നമസ്കാരം. യുകെയിലെ ഏറ്റവും ശ്രദ്ധേയമായ വിവാഹമോചന പോരാട്ടങ്ങളിലൊന്നിൽ ഇന്ത്യൻ വംശജനായ വർഷ ഗോഹിലിന് അനുകൂലമായ ചരിത്രവിധി. 23 വർഷം നീണ്ടുനിന്ന കടുത്ത നിയമ പോരാട്ടത്തിനൊടുവിലാണ് മുൻ ഭർത്താവ് ഭദ്രേഷ് ഗോഹിലിൽ നിന്ന് വർഷയ്ക്ക് 6.6 മില്യൺ പൗണ്ട്, അതായത് ഏകദേശം 85 കോടി രൂപ ലഭിക്കുന്നത്. 2002 ആരംഭിച്ച കേസിൽ ഭർത്താവ് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വിവരങ്ങൾ ഒളിപ്പിച്ചു വെച്ചതായി യുകെ സുപ്രീം കോടതി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടന്ന വിശദമായ അന്വേഷണത്തിലാണ് ഭദ്രേഷിന്റെ വഞ്ചന പുറത്തായതും കോടതി വർഷയ്ക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചതും. യുകെ കോടതി ഓഫ് അപ്പീൽ ഇനി ഇതിന്മേൽ കൂടുതൽ അപ്പീലുകൾ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെ ഈ ദീർഘകാല നിയമയുദ്ധത്തിന് പൂർണ്ണമായ വിരാമമായി. ഭർത്താവിന്റെ യഥാർത്ഥ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് വർഷയ്ക്ക് തോന്നിയിരുന്നുവെങ്കിലും അത് തെളിയിക്കാൻ ആവശ്യമായ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മുൻ നൈജീരിയൻ ഗവർണർ ജെയിംസ് ഇബോറിയുമായി ബന്ധമുള്ള വലിയൊരു കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിൽ ഭദ്രേഷ് ഗോഹിൽ ഉൾപ്പെട്ടതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. വിദേശ സ്ഥാപനങ്ങളിലൂടെയും ക്ലയന്റ് അക്കൗണ്ടിലൂടെയും ലക്ഷക്കണക്കിന് പൗണ്ടുകൾ മാറ്റാൻ ഭദ്രേഷ് ഗോഹിൽ സഹായിച്ചുവെന്ന് ആരോപണമുയർന്നു. അന്വേഷണത്തിനൊടുവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന എന്നിവ തെളിഞ്ഞതോടെ 2011 ഭദ്രേഷ് ഗോഹിലിന് 10 വർഷ തടവ് ശിക്ഷയാണ് ലഭിച്ചത്. വിവാഹമോചന കേസ് നടന്ന കാലയളവിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കോടിക്കണക്കിന് പൗണ്ടുകൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഭദ്രേഷ് ഗോഹിലിനുണ്ടെന്ന് കണ്ടെത്തി. വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ശൃംഖലയിലൂടെ മറച്ചുവെച്ചതായി ആരോപിക്കപ്പെട്ട ഏകദേശം 28 മില്യൺ പൗണ്ട് മരവിപ്പിക്കുവാൻ നീക്കം ആരംഭിച്ചു. വിവാഹമോചന ഒത്തുതീർപ്പിനായി ഭദ്രേഷ് വെളിപ്പെടുത്തിയ സ്വത്ത് വിവരങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞതോടെ ഉടലെടുത്ത തർക്കം ഒടുവിൽ യുകെ സുപ്രീം കോടതിയിലെത്തി. സ്വത്തുക്കൾ പൂർണ്ണമായി വെളിപ്പെടുത്താതിരുന്നതിലൂടെ പങ്കാളിക്ക് അതിന്റെ പ്രയോജനം ലഭിക്കില്ലെന്ന കണ്ടെത്തലിൽ സാമ്പത്തിക ഒത്തുതീർപ്പ് നടപടികൾ പുനരാരംഭിക്കാൻ 2015 സുപ്രീം കോടതി വർഷയ്ക്ക് അനുമതി നൽകി. എന്നാൽ അപ്പോഴും പോരാട്ടം അവസാനിച്ചില്ല. മരവിപ്പിച്ച സ്വത്തുക്കൾ പൂർണ്ണമായും കുറ്റകൃത്യത്തിലൂടെ ലഭിച്ചതാണെന്നും അവ കണ്ടുകെട്ടൽ നടപടിക്കായി ഉപയോഗിക്കണമെന്നും ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് വാദിച്ചു. എന്നാൽ സ്വത്തുക്കളുടെ ഒരു ഭാഗമെങ്കിലും വിവാഹ സമയത്ത് നിയമപരമായ ബിസിനസ്സുകളിലൂടെ നേടിയെടുത്തതാണെന്നും അവ ദാമ്പത്യ സ്വത്തായി കണക്കാക്കണമെന്നും 3 കുട്ടികളുടെ മാതാവായ വർഷ വാദിച്ചു. അതേസമയം സ്വത്തുക്കളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് ഭദ്രേഷ് ഗോഹിൽ വാദിച്ചത്. ഇതു സംബന്ധിച്ച കേസ് ഹൈക്കോടതിയിലെത്തി. ഭദ്രേഷ് ഗോഹിലിന്റെ വാദങ്ങളെ വിമർശിച്ച കോടതി സത്യസന്ധതയില്ലാത്ത വ്യക്തിയെന്ന് വിശേഷിപ്പിച്ചു. സ്വത്തുക്കളുടെ ഒരു ഭാഗത്തിന് നിയമപരമായ ഉറവിടമുണ്ടെന്നും അത് ദമ്പതികളുടെ ദാമ്പത്യ സ്വത്തിന്റെ ഭാഗമാണെന്നും കോടതി കണ്ടെത്തി. ഏകദേശം 6.6 മില്യൺ പൗണ്ട് കളങ്കമില്ലാത്ത സ്വത്തായി കണ്ടെത്തിയ കോടതി ആ തുക വർഷ ഗോഹിലിന് നൽകുവാനായി ഉത്തരവിട്ടു. പിന്നാലെ ഈ കേസിൽ കൂടുതൽ അപ്പീലുകൾ ഉണ്ടാകില്ലെന്ന് യുകെ അപ്പീൽ കോടതിയുടെ വിധി കൂടി വന്നതോടെ കേസിന് അവസാനമാവുകയായിരുന്നു.